Hello guys, welcome back. For day 3 in Malaysia. ഇന്ന് പെട്രോണസ് ടവറിൽ പോകുന്നുണ്ട്, നമ്മൾ ട്വിൻ ടവർ, പിന്നെ സൂ പോകുന്നുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ പോകുന്ന വഴി നമുക്ക് കാണാം. Wait and watch. ഞങ്ങൾ അങ്ങനെ മലേഷ്യൻ ട്വിൻ ടവർ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇത് ഫ്രണ്ടിലെ വ്യൂ ആണ് ട്വിൻ ടവറിനെ ഫേസ് ചെയ്തിട്ടുള്ളത്. അകത്ത് കയറുമ്പോൾ നേരെ റേസിംഗ് കാറൊക്കെ അവിടെ ഭിത്തിയിൽ ഒടിച്ചിരിക്കുന്നുണ്ട് ഗൈസ്. ഞാൻ എസ്കലേറ്റർ കയറി ഇറങ്ങി. ഇതിൻ്റെ പേര് ആക്ച്വലി പെട്രോണസ് ട്വിൻ ടവർ എന്നാണ്. ഇതിൻ്റെ 2 ലെവലാണ്. ഫസ്റ്റ് സ്കൈ ബ്രിഡ്ജ് ലെവൽ 1, സെക്കൻഡ് നമ്മുടെ മെയിൻ ഏറ്റവും ടോപ്പിലെത്തുന്നത്. അവർ സ്റ്റിക്കർ തരും, അത് നമ്മളത് ഡ്രസ്സിൽ എവിടെയെങ്കിലും അത് ഒട്ടിച്ച് വെക്കുക. പിന്നെ അത് നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്ത് കയറാം. പിന്നെ നമ്മൾ എലിവേറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എലിവേറ്ററിൽ കയറി കഴിയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അത് പോകുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്റ്റീരിയർ വ്യൂ കാണുന്ന രീതിയിൽ, ആ ഒരു ഫീൽ കിട്ടുന്ന രീതിയിൽ കുറച്ച് വിഷ്വൽ പ്ലേ ചെയ്യും. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ലെവൽ 1 വിച്ച് ഈസ് സ്കൈ ബ്രിഡ്ജ്, അവിടെ കയറി. ഇവിടെ നിന്നുള്ള വ്യൂ ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഗൈസ്. നമുക്ക് ആ കംപ്ലീറ്റ് കോലലംപൂർ സിറ്റി ഇങ്ങനെ കാണാം. അങ്ങനെ അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് പിന്നെയും എലിവേറ്റർ കയറി ഇതിൻ്റെ ടോപ്പ് ഫ്ലോറിലെത്തും. അങ്ങനെ ലിഫ്റ്റ് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. വാളിൽ എഴുതി വെച്ചിട്ടുണ്ട് ലൈക്ക് 20 ടോളസ്റ്റ് ബിൽഡിങ്സ് എന്നുള്ളത്, വേൾഡിലെ ടോളസ്റ്റ് ബിൽഡിങ്സ്. പിന്നെ ഇതൊരു മിനിയേച്ചർ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു മിനിയേച്ചർ വേർഷൻ. ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. പിന്നെ ഒരു ചെറിയ സിറ്റി തന്നെ അവർ മിനിയേച്ചർ വേർഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ സുവനിയേഴ്സ് മേടിക്കേണ്ട സമയമാണ്. ഞങ്ങൾ ഇവിടെ നിന്നും മേടിച്ചില്ല. സാധാരണ ഏതൊരു രാജ്യത്ത് എവിടെ പോയാലും ആ ലൊക്കേഷനിൽ നിന്ന് നമ്മൾ സുവനിയർ മേടിച്ചു കഴിഞ്ഞാൽ അത് നല്ല പ്രൈസായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഗൈസ്. അങ്ങനെ നമ്മൾ പെട്രോണസ് ടവർ കണ്ടു കഴിഞ്ഞു, ട്വിൻ ടവർ. ഒരു ഒബ്സർവേഷൻ ഡെക്കും കാര്യങ്ങളും ഒക്കെ വ്യൂ ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആണ്. ബുർജ് ഖലീഫ കണ്ടവർക്കും ഇത് അതുപോലൊക്കെ തന്നെയാണ്, അറിയില്ലെങ്കിലും എന്നാലും ഉണ്ട്, നല്ല വ്യൂസൊക്കെ കിട്ടും. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സൂ പോവാണ്, മലേഷ്യൻ നാഷണൽ സൂ. നമ്മൾ ക്യാബിന് വെയിറ്റ് ചെയ്യാണ്. ഫ്രണ്ട്സ് അവിടെ നടന്നു വരുന്നുണ്ട്. എന്തൊക്കെയോ വെറൈറ്റി ഐറ്റംസ് ഗൈസ്. ഞങ്ങൾ ഒരു സ്ട്രീറ്റ് വന്നിട്ട് ഞങ്ങൾ അവിടെ ഫുൾ നടന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓരോ കടകളിലും കയറി ഇറങ്ങി എന്തൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് നോക്കി ഒക്കെ കണ്ടു. സ്ട്രീറ്റിൽ ഫ്രൈഡ് ചിക്കൻ വിൽക്കുന്നു ഓപ്പണായിട്ട്. ഈ സ്ട്രീറ്റ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ട് ഓർമ്മ കാണും. യെസ്, കമ്പങ് ബാറു നമ്മൾ ഇന്നലെ കണ്ടില്ലേ. ഞങ്ങളങ്ങനെ അവസാനം ഇവിടെ കീഴടങ്ങി ഗൈസ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബൊഫേ പോലാണ്. നമുക്ക് ഇവിടെ ഓപ്പൺ ആക്കി ഒരുപാട് ഡിഷസ് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വേണ്ട എത്ര വേണോ അത്രയും ക്വാണ്ടിറ്റി എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. ആക്ച്വലി ഇത് ബൊഫേ അല്ല, നമ്മൾ സെലക്ട് ചെയ്ത് പ്ലേറ്റിലാക്കി നമ്മൾ ടേബിളിൽ പോയി ഇരിക്കുമ്പോൾ അവർ വന്നിട്ട് ചെക്ക് ചെയ്യും. എന്നിട്ട് അവർ പ്ലേറ്റ് നോക്കിയിട്ട് എന്തൊക്കെ ഐറ്റംസ് എടുത്തിട്ടുണ്ടെന്ന് നോക്കിയിട്ട് ബേസ്ഡ് ഓൺ ദാറ്റ് അവർ ബില്ല് ചെയ്യും. പക്ഷെ ചീപ്പായിരുന്നോ എന്ന് ചോദിച്ചാൽ ചീപ്പ് തന്നെയാണ്. പക്ഷെ എൻ്റെ മോനെ ഒരു ഐറ്റം പോലും കുഴപ്പമെന്ന് പറയാനില്ല. എല്ലാം ഒന്നിൽ ഒന്ന് ബെറ്റർ, എല്ലാം അടിപൊളി. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. എല്ലാത്തിൽ നിന്നും എന്തൊക്കെയോ പറക്കി എടുത്തു. ചിക്കനുണ്ട്, മീനുണ്ട്, ബീഫുണ്ട്.
ഇത് കണ്ടിട്ട് തന്നെ ഞങ്ങൾക്ക് നാവിൽ വെള്ളം ഊറുന്നില്ലേ? അടിപൊളിയായിരുന്നു. ബിരിയാണി ഗൈസ്, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഈ കണ്ട ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഫുൾ നോൺ വെജ് ബൊഫേ അല്ല. ആക്ച്വലി നമ്മൾ പ്ലേറ്റിൽ വേണ്ടതെല്ലാം സെലക്ട് ചെയ്തിട്ട് അത് അവർ വന്ന് നമ്മൾ കഴിക്കുന്നതിന് മുമ്പേ അവർ ടേബിൾ വന്ന് ഐറ്റംസ് എത്ര എണ്ണം എടുത്തു എന്നൊക്കെ നോക്കി അതിൻ്റെ ബില്ല് ടേബിളിൽ കൊണ്ട് വെക്കും. പക്ഷെ ഞങ്ങൾ ഇത്രയും പേര് കഴിച്ച് ഈ കണ്ട ഇത്രയും പ്ലേറ്റിന് ആക്ച്വലി റേറ്റ് 170 റിങ്കറ്റ്സ് ആണ് ആയത്. പിന്നെ ഫുഡ് കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഇത് മറ്റേ സാധനമല്ലേ എന്താ? അതെ ഗൈസ്, ഇത് അതേ ഐറ്റമാണ്. സ്റ്റിക്കി റൈസും മാംഗോയും അതിൽ കുറച്ച് തേങ്ങാപ്പാലും. ഇതിൽ ശരിക്കും ഞങ്ങൾ അഡിക്റ്റഡായി. അടിപൊളി ഡിഷാണ്, നിങ്ങൾ ട്രൈ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തട്ടി ഇനി നമ്മൾ നേരെ സൂവിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ആക്ച്വലി ഒരു മണിക്കൂർ അതിൻ്റെ ഡ്രൈവ് ഉണ്ട്. സൂ നെഗാര നമ്മളവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഗ്രാബിൻ്റെ ഡ്രോപ്പ് ഓഫ് ലൊക്കേഷനിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. അത് സൂവിൻ്റെ അകത്ത് തന്നെയാണ്. ഐ മീൻ ലൈക്ക് സൂവിൻ്റെ പാർക്കിംഗ് ഏരിയയുടെ അവിടെ തന്നെയാണ് ഇതിന് ഡ്രോപ്പ് ഓഫ്. സൂയുടെ മുമ്പിൽ ഇങ്ങനെ കുറച്ച് സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഇനി നമ്മൾ നേരെ പോയി ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളത് ഫിസിക്കലി ടിക്കറ്റ് മേടിക്കുക. നമ്മൾ ബാൻഡ് കിട്ടും, അത് കിട്ടും. അതാണ് സ്കാൻ ചെയ്ത് അകത്ത് കയറിയപ്പോൾ ഉടനെ കുറേ ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു. ഞാൻ അവരറിയാതെ ഇവർ ഫോട്ടോ എടുക്കുന്നത് കുറച്ച് ഷൂട്ട് ചെയ്ത വീഡിയോ ആണിത്. അത് കഴിഞ്ഞ് ഇവരിങ്ങനെ ഡിസ്പ്ലേ കാണിക്കാം. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നമുക്കത് മേടിക്കാം. ഞങ്ങൾ ഫാൻറ്റ മേടിച്ചിട്ട് അതും കുടിച്ച് ആസ്വദിച്ച് നടക്കുകയാണ്. ഒരുപാട് മരങ്ങളുണ്ട്, വലിയ വെയിലൊന്നുമില്ല. ദേ ഫസ്റ്റ് മൃഗം കാണുന്നത് കുസുവിന്റെ അതേ സ്റ്റൈല് ആരൊക്കെ നടക്കുന്ന പോലെ. അവിടെ ഇറങ്ങി അവിടെ ഇടിച്ച് വീഴും. ഗൈസ്, ഞാൻ എല്ലാം എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് ആയിപ്പോൾ. അതുകൊണ്ട് നല്ലത് നോക്കി മാത്രം ഞാൻ കാണിക്കുന്നതായിരിക്കും. ഹലോ ഗൈസ്, നമ്മുടെ കോഴി കുട്ടിക്കുരങ്ങൾ കാണിച്ചില്ല. കുട്ടിക്കുരങ്ങ് കുരുട്ട് സാധനം അടിച്ചു പറ്റ. ഞാൻ തരുന്നില്ലെന്ന് എൻ്റെ അതേ കൊതിയാണ്. ഇവര് രണ്ടോട് കൊള്ളാം. കുസു ഞാനും. അത് പിന്നെ കുഞ്ഞു മമ്മിയെന്ന് തോന്നുന്നു. ഈ സൂ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് മരങ്ങൾ. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വെയിൽ അങ്ങോട്ട് അടിക്കത്തില്ല. നമുക്ക് നല്ല ഇവിടെ കുറച്ച് മരങ്ങൾ കുറവാണ് ഗൈസ്. ഈ ഏരിയയില്ല, കുറച്ചുകൂടെ മുമ്പ് ഇനിയും മരങ്ങൾ കാണാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരിക്കും നല്ല ഒന്നും അലമ്പാക്കാതിരിക്കോ. ഏത് അവിടെ എന്താ ചുമ്മാ ഗൈസ്. ഹിപ്പോപ്പൊട്ടാമസിനെ കാണിച്ചു തരാം.
നല്ല ചൂടുണ്ടായതുകൊണ്ട് അവർ തണുപ്പ് കിട്ടാൻ വെള്ളത്തിൽ കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് വരുമ്പോൾ ജവാൻ ഡിയർ അങ്ങനെ എന്തോ മാൻകൂട്ടം. കുഞ്ഞ് പാല് കുടിക്കുന്ന ഗൈസ്, ഞാൻ ജീവിതത്തിൽ ആദ്യം ഇത്രയും വലിയൊരു ആമയെ കാണുന്നു. ഫുഡ് കഴിക്കുക. ഇത്രയും വലിയ ആമയെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗൈസ്, ഇതെന്റെ ഫേവറേറ്റ് സ്നേക്ക് ആണ് കാണാൻ. ഗ്രീൻ ടീ പൈത്തൺ has more than 100 teeth. Oh my god. യെല്ലോ അനാക്കോണ്ട. ഇത് അനാക്കോണ്ടൊന്നുമില്ല, ഏതാണ്ട് നത്തോലിയാണ്. അനാക്കോണ്ട മതിച്ച സാധനല്ലേ? ഈ ഇങ്ങേര് പറയാണ് അനാക്കോണ്ട, ഇത് അനാക്കോണ്ട അല്ല, ഇത് നത്തോലിയാണ്. ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന അനാക്കോണ്ട. ഈ പാമ്പിന് കണ്ണാണോ? ചെവി കേൾക്കൂല. ഇതും പൈത്തന്റെ ഒരു ഇനോ. ഗൈസ്, നിങ്ങൾ ഇത് കാണുക. നിങ്ങൾ മാത്രം ഇത് കാണുക. വേണ്ട, ഈ പുള്ളി ട്രോളും. ആ മോണോ ഗൈസ്, ഇതിനകത്ത് ഭയങ്കര സുഖമായിരുന്നു, ടേസ്റ്റി ഉണ്ടായതുകൊണ്ട്. ആക്ച്വലി മലേഷ്യൻ സൂവിലാണ് ഞാൻ ആദ്യം ഇത്രയും വലിയ ചില മൃഗങ്ങൾ ഇത്രയും വലിപ്പമുള്ളത് കാണുന്നത്. ഫ്ലെമിംഗോ നാട്ടിലെ കൊക്ക് പോലില്ലേ ഗൈസ്, പക്ഷെ ഇത് ഫ്ലെമിംഗോ ആണ്. ഫ്ലെമിംഗോ, കരിമ്പുലി. വൈറ്റ് ടൈഗർ. ഈ സമയമല്ലേ, ഉച്ച സമയം. ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊരു വെറൈറ്റി കാഴ്ചയല്ലേ ഗൈസ്. ഇവര് സൂ സെറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഭംഗിയാണ്. ചന്ത വർത്താനമാണ്. ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം തണലത്തിരുന്ന് കുറച്ച് ഡംഷറാട്സ് കളിച്ചു. ഭയങ്കര ഫൺ. നല്ല യമണ്ടം പേരാ കൊടുത്തിരിക്കുന്നത്. ലോകത്തുള്ളത് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കുരുക്ഷേത്രം എന്ന ഡംഷറാട്സ് ഒക്കെ കളിച്ചിട്ട് ബാക്കി സൂ കാണാം. ഇപ്പം ഡാൻസ് കളിക്കുന്നതാണോ? അങ്ങനെ നടന്നു വന്നപ്പോൾ നമ്മൾ നമ്മുടെ മയിലിനെ കണ്ടു ഗൈസ്. ഇന്ത്യൻ പീകോക്ക്.
എന്തൊരു ഭംഗിയല്ലേ. എനിക്ക് മയിലിൻ്റെ ശബ്ദവും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കോ? എനിക്ക് ഇവറ്റകളുടെ ഈ ചിറകും വിടർത്തിയുള്ള നടത്തം കണ്ടിട്ട് ചിരി സഹിക്കാൻ വയ്യ ഗൈസ്. എന്തൊരു വലിപ്പമല്ലേ ഗൈസ്. എനിക്ക് ജിറാഫ് ഭയങ്കര ഒരു കൗതുകമാണ്. നമ്മുടെ ഡിനോസറൊക്കെ അപ്പം എന്ത് വലിപ്പമായിരുന്നു കാണും. ഹായ് ഹായ്. ആ അത് മൂളി ഗൈസ് അങ്ങനെ സൂ എല്ലാം അടിച്ചു പൊളിച്ച് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. കണ്ടതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.